എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്ന പേരാണ് സിനി നണ്ണെന്ന്. അത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷവും പ്രൊഫസർ മുരളിയൊക്കെ എഴുതി സിനി നൺ പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സിനി നൺ എന്നുള്ള പേര് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ സിനിമയോട് ബന്ധം വന്നതെന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ തുടങ്ങി ഞങ്ങൾക്ക് കാർന്നോമാരൊന്നും വീട്ടിലുണ്ടായില്ലല്ലോ. അപ്പൻ ചെറുത്, അമ്മ യങ്. അപ്പോൾ സിനിമയ്ക്ക് പോകാമെന്നിങ്ങനെ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് തീരുമാനം എടുത്ത് പോവും. അങ്ങനെ സിനിമ കാണാൻ പോവും. ചിലപ്പോൾ എന്നെ ഒറ്റയ്ക്ക് തന്നെ അപ്പൻ കൊണ്ടുപോയിട്ടുണ്ട്. ആ സംഘം എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നപ്പോൾ എനിക്കൊരു ഹിന്ദിയും ഒന്നും മനസ്സിലായില്ല. 3-3.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് അത് 2-3 പ്രാവശ്യം അപ്പം എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. ചെമ്മീൻ കാണിച്ചു തന്നിട്ടുണ്ട് പല പ്രാവശ്യം. കാരണം ഇന്നത്തെ പോലെ സിനിമകൾ മാറില്ലല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും സിനിമയ്ക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ആമ്പിള്ളേരെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ സിനിമയാണ് ഉപയോഗിക്കുക. അന്ന് തന്നെ കോണ്ടൻ്റ് ഉള്ളതും മെസ്സേജ് ഉള്ളതൊക്കെ ആയിട്ടുള്ള സിനിമകളാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ആമ്പിള്ളേരെ ഗൈഡ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പം അമ്മ ചോദിക്കൂടാ, ഇന്നലത്തെ സിനിമയിൽ ആ ഉമ്മർ ഈമാര് തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്താണ്ടായി അവസാനം ഇതിന് പ്രശ്നങ്ങളല്ലേ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആ പ്രേംനസീർ എത്ര ത്യാഗം ചെയ്ത്, എത്ര നന്മയാണ് ചെയ്ത്. അങ്ങനെ അമ്മയുടെ ഇങ്ങനെ പഠന ക്ലാസ്സുകളാണ് ഈ സിനിമ കഴിഞ്ഞ പിറ്റേ ദിവസത്തെ ഭക്ഷണ സമയം. അപ്പം ഞങ്ങൾ പെൺകുട്ടികൾ നല്ലവരാണെന്നാണ് വെപ്പ്. അപ്പം ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ ഞങ്ങൾ സിനിമ കാണുക ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും കൂടിയാണ്. ഹൃദയം വെച്ച് ആസ്വദിക്കും, പക്ഷെ ബുദ്ധിയോടെ ഞങ്ങൾ ആലോചിക്കും. നാളത്തെ ഡിസ്കഷനിൽ പങ്കെടുക്കണ്ടേ, അത് അമ്മ പറയുമ്പോൾ അത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അത് ഒരു വിജ്ഞാന ഉപാധി കൂടിയായി മാറി സിനിമ. അങ്ങനെയാണ് ഞങ്ങളിലെ സിനിമയിലെ ഇൻട്രസ്റ്റ് വളർന്നത്. കുടുംബത്തോടൊപ്പം എല്ലാവരും സിനിമകൾ കാണാനും ആസ്വദിക്കാനും അറിവ് നേടാനും ഒക്കെ സിനിമ ഒരു ഉപകരണമായി മാറി. അങ്ങനെ കന്യാസ്ത്രീ ആവുന്നത് വരെ ഇഷ്ടം പോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെയാണ് സിസ്റ്റർ ആവണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സൗണ്ട് ഓഫ് മ്യൂസിക് കൊണ്ടുപോയി കാണിച്ചത്. അങ്ങനെയെങ്കിലും അവൾ മനസ്സ് മാറുമെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളതും ആസ്വദിച്ചു, സൗണ്ട് ഓഫ് മ്യൂസിക്കും ആസ്വദിച്ചു, എന്നാലും സിസ്റ്റർ ആവണമെന്നും ആഗ്രഹിച്ചു. പിന്നെ കന്യാസ്ത്രീ മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ അധികം എളുപ്പമില്ല. എങ്കിലും മദറിൻ്റെ ഫീസ്റ്റ്, പ്രൊൺശാളമ്മയുടെ ഫീസ്റ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ സിനിമയിടും. പിന്നെ ഞങ്ങൾക്ക് കോളേജിൽ ബെനിഫിറ്റ് ഷോ, തിയേറ്ററിൽ പോയി സിനിമ കാണാനും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ബെനിഫിറ്റ് ഷോ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾ സിസ്റ്റേഴ്സ് കണ്ടെത്തുന്ന ഒരു മാർഗമാണ്. തിയേറ്റർ ഓണേഴ്സിൻ്റെ ആരെങ്കിലും ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ രാഗം തിയേറ്ററിൽ, അല്ലെങ്കിൽ ജോസ് തിയേറ്ററും സ്വപ്ന തിയേറ്ററൊക്കെ ഞങ്ങളുടെ അമ്മയുടെ ബന്ധുക്കളുടെ കേട്ടോ ആയിരുന്നത് കാലങ്ങളായിട്ട്. പിന്നെ അപ്പോൾ ഈ തിയേറ്ററുകൾ നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നമുക്കവർ തരും ബെനിഫിറ്റ് ഷോ ആയിട്ട്. അപ്പോൾ ആദ്യം ഇറങ്ങുന്നൊരു സിനിമ കാണാൻ കുട്ടികൾ, സ്റ്റുഡൻസിനൊക്കെ ഒരു അവസരം കിട്ടുകയാണ്. ഒരു ഇടി കൂടാതെ ടിക്കറ്റ് കിട്ടാനൊക്കെ ഒരു വഴിയാണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ടും ഇതുപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഫ്രഷ് സിനിമ ഞങ്ങൾക്ക് ഒരു ഷോ, ബെനിഫിറ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരും. അപ്പോൾ 25 രൂപയുടെ ടിക്കറ്റ് ഞങ്ങൾ 100 രൂപയ്ക്ക് വിൽക്കും. 100 രൂപ എന്ന് പറഞ്ഞ് ഞങ്ങൾ സീലടിച്ചുണ്ടാക്കും, കുട്ടികൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്കത് കളക്ഷനായി. അവർക്ക് കുറച്ച് രൂപ കൊടുത്താൽ മതി, ചിലപ്പോൾ ഒന്നും കൊടുക്കണ്ട അവർക്ക്. ബെനിഫിറ്റ് ഷോ ആണ്. അത് ആ ഓണേഴ്സ് എന്തെങ്കിലും പൈസ കളക്ട് ചെയ്യാൻ നോക്കി അവർ ഇങ്ങനെ തിയേറ്റർ വിട്ടു തരികയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയും സിനിമകൾ കണ്ടു തുടങ്ങി. പിന്നെ എനിക്ക് സിനിമ കാണാൻ അവസരം കിട്ടിയത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോഴുമാണ്. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോലും, മഠത്തിലെ പ്രാർത്ഥനയ്ക്ക് പോലും ഈ സിനിമയിലെ ആശയം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. അതിന് 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒരെണ്ണം ജീസസിൻ്റെ സിനിമ വന്നുല്ലോ, ഭയങ്കര സഫറിങ്, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിൽ ഞാനിങ്ങനെ വായിച്ചറിഞ്ഞു, അത് എല്ലാവരും കണ്ടു, ഈശോയുടെ സിനിമയല്ലേ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. പക്ഷേ അത് വലിയ വിവാദം ഉണ്ടാക്കി. റോമൻസ് പറഞ്ഞു ഞങ്ങളെ മോശക്കാരാക്കാനായിട്ട് ഈ സിനിമയിൽ ഈശോയെ ക്രൂസിഫൈ ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട്. ജ്യൂസ് പറഞ്ഞു, യഹൂദർ പറഞ്ഞു ഞങ്ങളെ മോശക്കാരാക്കി എന്നൊക്കെ പറഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ അന്നത്തെ മെൽ ഗിബ്സൺ അല്ലേ, ആ ഡയറക്ടർ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ആണി പൊക്കുന്ന ഒരു ഷോട്ട് എൻ്റെ കൈയാണ്, ഈശോയ്ക്ക് തറച്ച ആണികളിൽ ഒരു ആണി തറയ്ക്കാൻ കാരണക്കാരൻ ഞാനും കൂടിയാണ് എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ അതൊരു നല്ല തീമാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക്
അത് തീമാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുമാണ്, ഒരു റോമനോ അല്ല ഒരു യഹൂദനോ അല്ല ഈശോയെ കൊന്നത്, നമ്മളുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ക്രൂസിഫിക്ഷനെ ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥനയാക്കിയിട്ട് എല്ലാവരും നിൽക്കുന്ന പ്രാർത്ഥന ഞാൻ ഇതാണ് ചൊല്ലുന്നത്. ഞാൻ അതുപോലെ ഗായത്രി മന്ത്രമൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ഓം. അതുപോലും ഞാൻ പറഞ്ഞു ഇതൊരു സൂര്യനെ ഭഗവാനായി കണ്ടുകൊണ്ടുള്ള ഒരു ഗായത്രി മന്ത്രമാണ്. അപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് വിഷമം തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അവതരിപ്പിക്കുക. അതുപോലെ വധക്രമം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു, ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഫാദർ ബെന്നി ബെനഡിക്റ്റിൻ്റെ പരിപാടിയിലൊക്കെ ഒരിക്കൽ കാണിച്ചപ്പോൾ കണ്ടപ്പോൾ അതിൽ ഒരു കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടി, ആങ്ങളെയും പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയെ, ഈ അന്ധയായ പെൺകുട്ടിയെ നോക്കുന്നത് ഈ ആങ്ങളെയാണ്. പക്ഷേ അവനൊരു പ്രണയിനിയുണ്ട്, ഒരു കാമുകിയുണ്ട്. അവളെ കല്യാണം കഴിക്കണം. പക്ഷെ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ഈ അന്ധയായ പെൺകുട്ടി ഒരു തടസ്സമാകുമല്ലോ, ഒരു വിഘ്നമാകുമല്ലോ. അത് കാരണം അവളെ മാറ്റി എടുക്കണം, അവളെ ഒഴിവാക്കണം എന്ന് ഇവൻ കുറേ ആഗ്രഹിച്ചു. അതിനെന്താ വഴിയെന്ന് ഇവൻ കുറേ ആലോചിച്ച് ഒരു ദിവസം ഇവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിനക്ക് ഒരു സ്കോളർഷിപ്പൊക്കെ കിട്ടാനായിട്ട് നിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, അപ്പോൾ അതിന് പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. എന്നും ഈ വീട്ടിനകത്ത് ഒരു റേഡിയോ ഉണ്ട്, അതും കേട്ട് പാട്ടും കേട്ട് ഇരിക്കലാണ് അവളുടെ തൊഴിൽ. ആങ്ങളെ പുറത്ത് പോയാലും ഇവളകത്താണ്, വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവൾ പറഞ്ഞു, എനിക്ക് ബീച്ച്, എല്ലാവരും കടൽ തീരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്കതൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇവർ ഈ കാഴ്ചയില്ലാത്തവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക് കാണണം എന്നാണ്. നമുക്കത് അത്ഭുതം തോന്നും, അവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ അവർ എന്നാലും എനിക്ക് കാണണം അങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് ബീച്ചൊന്ന് കാണണം, അതെൻ്റെ ഒരു വലിയ മോഹമാണ് ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അതിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇവളെയും കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് ബീച്ചെപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്കാന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ വരണ നേരമായപ്പോൾ അതുവരെ ട്രാക്കിലൂടെ നടന്നിട്ട് ആ നേരമായപ്പോൾ അവൻ മാറി ട്രെയിൻ ഇവളെ ചിതറിച്ചു. പിന്നെ ആ കഷ്ണങ്ങൾ, അത് വധക്രമം എന്ന് പറഞ്ഞാണ് ആ ഫിലിമിൻ്റെ പേര്. ആ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് ഇവൻ കൊണ്ടുപോയിട്ട് ബീച്ചിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അത് കാണിക്കില്ല. പക്ഷേ പിന്നെ നമ്മൾ കാണുക ഇവൻ കാമുകിയുടെ കൂടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ ഭയങ്കര ദുഃഖിതനായിട്ടാണ് ഇരിക്കുന്നത് ബീച്ചിൽ. കാരണം ഇവളുടെ അവശിഷ്ടങ്ങൾ ഒഴുക്കിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ കാമുകി പറയാണ്, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഭയങ്കര ശ്മശാന മൂകത. കാര്യം കടൽ ഇരമ്പുന്നുണ്ടെങ്കിലും എനിക്കിവിടെ ശ്മശാന മൂകത ഫീൽ ചെയ്യണു, ഏതോ ഒരു സിമെട്രിയിൽ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് സത്യമാണ്, ആ പെങ്ങളുടെ സിമെട്രിയാണത്. പക്ഷേ ഇവനും ഭയങ്കര മൂഡ് ഓഫായിട്ട് അവസാനം ഇവൻ പറയാണ് ഞാനിങ്ങനെ പെങ്ങളെ ഒഴിവാക്കിയതാണ്. അവിടെ അവൾ പറയാണ്, എന്തിന്, എനിക്കൊരു നാത്തൂൻ, ഒരു അന്ധയായ നാത്തൂനുണ്ടെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ച് നോക്കില്ലേ. ഇതാണ് കഥാന്ത്യം. അപ്പം ഞാനത് പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഈ മദറൊന്ന് മാറി കിട്ടിയെങ്കിൽ, ഈ സിസ്റ്റർ ഇവിടുന്ന് പോയെങ്കിൽ എന്തൊരു സ്വസ്ഥതയായിരുന്നു എന്ന് തോന്നും. പക്ഷെ അത് വെറുതെയുള്ള തോന്നലാണ്. ഒരുപക്ഷെ അവർ ഒഴിവാക്കുമ്പോഴായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത വരുന്നത്. നമുക്കത് സമാധാനം തരണമെന്നില്ല എന്നാണ് ഞാൻ ഈ ഒരു കഥ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥന. ഇങ്ങനെ ഞാൻ പല സംഭവങ്ങളും ഇട്ടിട്ട് ഞാൻ കുറേ ആമേനിൽ എഴുതിയിട്ടുണ്ട്, കുറേ പാട്ടുകൾ. അതായത് ഞാൻ കുരിശിൽ നോക്കിയിട്ടാണ് അത് പാടുക. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാൻ വന്നെങ്കിൽ എന്നുള്ള ആ പാട്ട് ഞാൻ കുരിശിലേക്ക് നോക്കിയിട്ട് ഈശോയോട് പാടുന്ന പോലെയാണ് ആ പാട്ട് കേൾക്കാറ്. അങ്ങനെ സിനിമ പാട്ടുകളിലൂടെ. അതുപോലെ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന ആ സിനിമ സ്വപ്നക്കൂട് കളിച്ച് ആ പാട്ട് ഭയങ്കര ഹിറ്റായ സമയത്താണ് ഞാൻ പ്രാർത്ഥനയിൽ കുർബാനയുടെ ഇടയിൽ കാറോസൂസിയായിട്ട് ചൊല്ലിയത് ഇങ്ങനെയാണ്: ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്നവനാണ് നീ, ഒരു മണൽത്തരി ചോദിച്ചാൽ ഒരു കടലോരം തരുന്നവനും. ഇത്ര ഉദാരമതിയായ നിൻ്റെ മക്കളായ ഞങ്ങളും ഉദാരതയോടെ കാര്യങ്ങൾ കൊടുക്കുന്നവരാകണ്ടേ
എന്നാണ് ഞാൻ ആ കാറോസോസയിൽ അതിനെ അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചു. കുട്ടികളൊക്കെ പൂരം ചിരിയാണ് പുറത്തിറങ്ങുമ്പോൾ. സിനിമാ പാട്ടുകളൊക്കെ എനിക്ക് കാറോസോസ പ്രാർത്ഥനകളാണ്. പക്ഷെ അത് കുട്ടികളുടെ മനസ്സിൽ തട്ടും, അവരത് ഓർക്കും. ഉദാരമതികളാകണം എന്നുള്ള ചിന്ത ഈ സിനിമാ പാട്ട് കേട്ടാൽ അത് വരില്ല. അപ്പോൾ ഇങ്ങനെ സിനിമാ പാട്ടിനെ, സിനിമാ കഥയെ ജീവിതബന്ധിയാക്കുന്ന, അത് ക്ലാസ് റൂമിലായാലും അങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന ഞാനാണ് ഒരു പ്രാവശ്യം ഫിലിം ക്ലബ്ബ് തുടങ്ങിയത്. വിമലയിൽ വെച്ചിട്ട് ആദ്യത്തെ ഫിലിം ക്ലബ്ബ് തുടങ്ങിയത് ഞാനാണ്. സെൻറ്റ് മേരീസിലെയും ഫിലിം ക്ലബ്ബ് തുടങ്ങിയത് ഞാനാണ്. വിമലയിൽ ഞാൻ വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഫിലിം ക്ലബ്ബ് തുടങ്ങിയത്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണിച്ചു കൊടുക്കും. അത് ചർച്ചയ്ക്ക് ഉപയോഗിക്കും ഫിലിം ക്ലബ്ബിൽ. ഈ ചർച്ച ചെയ്യുന്നിടത്താണ് യൂത്ത് ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും സിനിമ കാണാൻ പഠിക്കുക. അവരത് ശ്രദ്ധിച്ച് സിനിമ കണ്ടു വന്ന് ആ ചർച്ചയിൽ അവർ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ. അങ്ങനെ ഈ ഫിലിം ക്ലബ്ബുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റി, നന്മയിലൂടെ ഗൈഡ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ചാവറ പിതാവ് ബ്ലെസ്സഡ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, അദ്ദേഹമാണ് CMIയും CMCയും സഭ തുടങ്ങിയ ഒരാൾ. അദ്ദേഹം അന്നുകാലത്ത് ഭയങ്കര ഒരു ക്രാന്തദർശി ഉള്ള ഒരാളായിരുന്നു, ഫാർ സൈറ്റഡ്നെസ് ഉള്ള ഒരാൾ. അന്ന് അദ്ദേഹം പറഞ്ഞു, കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാ പള്ളികളുടെയും കൂടെ ഓരോ പള്ളിക്കൂടം ഉണ്ടാകണം. അദ്ദേഹം പറയുന്നത്, പാപത്തിൽ നിന്ന് മാറണമെങ്കിൽ, ഒഴിഞ്ഞു മാറണമെങ്കിൽ അവിടെ അറിവ് വരണം. അതായത് വിളക്ക് കത്തിച്ച് വെച്ചാൽ അന്ധകാരം നീങ്ങും, അറിവ് കിട്ടിയാൽ തിന്മയിൽ നിന്ന് യൂത്ത് മാറും, അല്ലെങ്കിൽ എല്ലാവരും മാറും. അപ്പോൾ അറിവ് കൊടുക്കണമെങ്കിൽ പള്ളിക്കൂടം വേണം. എന്നിട്ട് അദ്ദേഹം അടുത്ത പറഞ്ഞ വരിയാണ് ഇമ്പോർട്ടൻ്റ്, പള്ളിക്കൂടമില്ലാത്ത പള്ളികളെല്ലാം അടച്ചുപൂട്ടണമെന്ന്. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, പള്ളിയാണോ പള്ളിക്കൂടമാണോ? പള്ളിക്കൂടമില്ലാത്ത പള്ളികളെല്ലാം അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ക്രാന്തദർശിയാണ്, ഫാർ സൈറ്റഡ് മാനാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾക്ക് നന്മയ്ക്ക് ലീഡർഷിപ്പ് എടുക്കേണ്ടവർ. ഞാൻ പറയുന്നു, ആ ചാവറപ്പിതാവ് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അദ്ദേഹം പറയും, എല്ലാ കോളേജുകളും അടച്ചുപൂട്ടുക. കാരണം കോളേജ് വിദ്യാഭ്യാസം നടത്താനും സ്കൂൾ വിദ്യാഭ്യാസം നടത്താനും ഇന്ന് ഏജൻസികളുണ്ട്. അത് സാമ്പത്തിക ലാഭത്തിൻ്റെ ഒരു കാര്യമായി മാറി, ഇന്നത് പ്രോഫിറ്റബിളാണ്. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങേണ്ടത് മീഡിയ കോളേജുകളാണ്, മീഡിയ ക്ലബ്ബുകൾ, മീഡിയ സ്കൂളുകൾ. എല്ലാ മീഡിയയും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം, നേരായ വിധം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. പത്രം പോലും എടുത്താൽ ഓരോ പത്രവും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിലാണ് ഓരോ കാര്യവും അവർ അവതരിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ വിചാരിക്കും അതാ സത്യം എന്ന്. ദീപിക വായിക്കുന്ന ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ വിചാരിക്കും അവർ പറഞ്ഞതാ സത്യം. മനോരമ വായിക്കുന്ന ക്രിസ്ത്യാനികളും വിചാരിക്കും ആ മനോരമ പറഞ്ഞതാ സത്യം. അച്ഛന്മാരും കന്യാസ്ത്രീകളുടെയും കാര്യങ്ങളാണ് ദീപികയിൽ ഉണ്ടാവുള്ളൂ, അതുപോലത്തെ കാര്യങ്ങളാണ് മനോരമയിലും ഉണ്ടാവുള്ളൂ അധികവും. അതുപോലെ മാതൃഭൂമി, അപ്പോൾ വിചാരിക്കും മാതൃഭൂമി പറയുന്നതാ ശരിയെന്ന്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുസൃതമായ പത്രങ്ങൾ ഇറക്കുന്നു, ഏതാണ് സത്യമെന്നറിയാതെ. ഇനി ചാനലുകൾ തന്നെ, ഞാൻ എല്ലാ ചാനലും മാറി മാറി കാണും. അതിൽ പലപ്പോഴും കാണാതിരിക്കുന്നത് കൈരളി ചാനലും ജനം ചാനലും ഒക്കെയാണ്. അവർ കറക്റ്റ് അവരുടെ രാഷ്ട്രീയമാണ് പറയുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മീഡിയ എല്ലാം കേൾക്കുന്ന യൂത്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം, അതിനവരെ സഹായിക്കണം. അതിന് ലീഡേഴ്സ് വേണം, അതിന് മീഡിയ ക്ലബ്ബുകൾ സഹായിക്കും. അപ്പോൾ വിമലയിൽ മീഡിയ ക്ലബ്ബ് തുടങ്ങി. അത് കഴിഞ്ഞ് സെൻറ്റ് മേരീസിൽ വന്നപ്പോഴും ഞാനൊരു മീഡിയ ക്ലബ്ബ് തുടങ്ങി. അവർക്ക് എല്ലാ ശനിയാഴ്ചകളിലും പുറത്തുനിന്നും ചിലപ്പോൾ സ്ത്രീകൾ വരാം. അവിടെ ഒരു ഫിലിം പ്രൊജക്ടർ വാങ്ങി വെച്ചിട്ട് ഇന്ന് വരെ ഞാൻ പ്രിൻസിപ്പളായി ചെല്ലുന്നവരെ തുറന്നിട്ടില്ല, പെട്ടി തുറന്നിട്ടില്ല, വാങ്ങി വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല, യൂസ് ചെയ്തില്ലെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോകും. അങ്ങനെ ശനിയാഴ്ചകളിൽ അതെടുത്ത് ഞങ്ങളുടെ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി, സിനിമകൾ കാണിച്ചു തുടങ്ങി, അതിനെപ്പറ്റി ഡിസ്കഷൻ വെച്ച് തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വനിതാ മാഗസിനിൽ അത് പള്ളിക്കാരുടെ മാഗസിനാണ്, പിന്നെ ഞാനന്ന് കന്യാസ്ത്രീ ഉടുപ്പിലാണല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അവർ ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ ഒരു നവീൻ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞു, എനിക്കൊരു സ്ത്രീയെ അറിയാം, ഒരു കന്യാസ്ത്രീയാണ്, അതിങ്ങനെ സിനിമയൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുത്ത് സിനിമ ക്ലബ്ബൊക്കെ ചെയ്യുന്ന, ഫിലിം ക്ലബ്ബൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്.
എന്നാൽ നമുക്ക് ആ ആളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾ നേരെ ചെന്ന് സിസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇരുന്ന് തരില്ല. അതുകൊണ്ട് നമുക്ക് വേറെ വഴി നോക്കണം, സൂത്രത്തിൽ കൂടെയാണ് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അത്ര. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററിന് ഒരു ഫിലിം ക്ലബ്ബില്ലേ, അവരൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ വന്നോട്ടേന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻ്റെ ഫിലിം ക്ലബ്ബ് ഇൻ്റർവ്യൂ ചെയ്യാൻ, എൻ്റെ കുട്ടികളേക്കല്ലേ ഇൻ്റർവ്യൂ ചെയ്യണം. ശരി എന്ന് പറഞ്ഞു. അവർ വന്നു. ഞാൻ ജൂബിലി ഹാളിൽ ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്രൊജക്ടറൊക്കെ വെച്ചു, പിള്ളേർ ഇരുന്നു. പിള്ളേരെ അവർ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവർ വന്നു, സിസ്റ്റർക്ക് എങ്ങനെ ഒരു ഐഡിയ കിട്ടിയ ഫിലിം ക്ലബ്ബിൽ നിന്നൊക്കെ. ഞാൻ പറഞ്ഞു, ചെറുപ്പം തുടങ്ങി സിനിമ കാണാറുണ്ട്, അമ്മ ഭക്ഷണ സമയത്ത് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. അപ്പോൾ മീഡിയ എപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്ത് കണ്ടെത്താൻ, എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് അതിൻ്റെ സാരാംശം കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തുന്നതൊക്കെ നല്ലതാണ്. ആസ്വദിക്കുകയും വേണം, ഒപ്പം ഇത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളും കണ്ടെത്തണം എന്ന്. അത് പത്രം വായിക്കുന്ന പോലും ലേഖനം വായിക്കുന്ന പോലും നമുക്കിങ്ങനെ മീഡിയ ക്ലബിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഞാൻ ചർച്ചയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ ഇനി ഇൻ്റർവ്യൂവിൽ വരില്ലല്ലോ അല്ലേ? ഇല്ല. കുറച്ച് ഫോട്ടോ ഒക്കെ അവരെടുത്തു. അവർ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഒരു ദിവസം എന്നെ കുവൈറ്റിലുള്ള, ഇപ്പോൾ ഷൈനി സാറ എന്ന് പറയുന്ന അവൾ പണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഷൈനി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററേ വനിത കണ്ടോ, അതിലൊരു ഫീച്ചറാണ്, സിസ്റ്ററിൻ്റെ ഫോട്ടോസൊക്കെ നിറയുണ്ട്, കുട്ടികളുടെയും ഉണ്ട്, സിസ്റ്ററിൻ്റെ ഫീച്ചറാണ് സിസ്റ്ററേ എന്ന്. ഞാൻ ചോദിച്ചു, ദൈവമേ. അപ്പോൾ തലേന്ന് അവർക്ക് കിട്ടും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഞാൻ വിളിച്ചു പറഞ്ഞു, ലൈബ്രറിയിൽ വരും, വനിതയൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു, പിള്ളേർ കാണാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്യൂണിനെ വിട്ടിട്ട് 2-3 വനിത മേടിച്ചു. എന്നിട്ട് ഒരെണ്ണം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തയച്ചു, ഒരെണ്ണം പ്രോൺശാളമ്മയ്ക്ക് കൊടുത്തയച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രോൺശാളമ്മോട് ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ, വലിയ അപരാധമാണ് എൻ്റെ ഫീച്ചർ വരെ വനിതയിൽ, എൻ്റെ ഫോട്ടോ ഒക്കെ അടക്കം, ഞാൻ പ്രശസ്തയാകുക, അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മേ, അവർ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് കൂട്ടത്തിൽ കൂടെ എന്നെ കണ്ടു 2 വർത്താനം പറഞ്ഞു, അതൊന്നും ഇടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു പാതിരാ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സിസ്റ്റർ ജസ്മി ഞങ്ങൾക്ക് കൗതുകമായി തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയത്. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഞാൻ പാതിരയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞത്, അത് അവർ വളരെ ആലങ്കാരികമായി എഴുതിയതാണ്. സംഭവം ഇതാണ്, അന്ന് ഫിലിം ഫെസ്റ്റിവൽ IFFT നടക്കണു, അതിൻ്റെ അക്കോമഡേഷൻ ചാർജ് എന്നെ വിളിച്ച് ബിനിയച്ചൻ പറഞ്ഞു, സിസ്റ്ററാണ് അക്കോമഡേഷൻ ചാർജ് ഏറ്റെടുക്കേണ്ടത്, പെൺകുട്ടികളുടെ അക്കോമഡേഷൻ ചാർജ്. സെൻറ്റ് മേരീസിൽ അവരെ ക്ലാസ് മുറികളിൽ കിടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി മണി 10 ആയാൽ ഗേറ്റ് അടയ്ക്കും സെക്യൂരിറ്റി, പിന്നെ അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ 10 മണിയായിട്ട് ഇവർ എത്തിയിട്ടില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇതേ അടുത്തുള്ള തിയേറ്ററിൽ അവരുണ്ട്, അന്ന് ജോസ് തിയേറ്ററിൽ അവരുണ്ട്, സിസ്റ്റർ ഒന്ന് പോയി അവരെ കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുറച്ച് പിള്ളേരും കൂടി, ബോയ്സും ഉണ്ടായിരുന്നു, പോയി അവിടെ നിന്നപ്പോൾ അവർ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു. അപ്പോൾ എല്ലാ VIP-കളും ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ എന്നെ കണ്ടപ്പോൾ, സിസ്റ്റർ കണ്ടോ ഈ സിനിമ? ഞാൻ കണ്ടില്ല, ഞാൻ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഞാനവിടെ നിന്നു. അത് കഴിഞ്ഞ് പിള്ളേരെയും കൂട്ടി വന്നു. അപ്പോൾ പിള്ളേർ ആരോ ഈ സംഭവം പറഞ്ഞത് അവർ വിചാരിച്ചു ഞാനും തിയേറ്ററിൽ പോയി. അവർ രസകരമായിട്ട് എഴുതിയ ആദ്യത്തെ വരി അതാണ്. അത് വലിയ ഇഷ്യൂ ആയില്ലോ. പ്രോൺശാളമ്മ ചോദിച്ചു, നീ എന്താ സെക്കൻഡ് ഷോയ്ക്ക് പോയോ? ഇല്ല അമ്മേ, അത് അവർ ഇങ്ങനെ ആലങ്കാരികമായി എഴുതി വന്നതാണ് എന്ന്. പക്ഷെ പിന്നീട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായത്, അവർക്ക് അന്ന് മേയർ രാധാകൃഷ്ണനായിരുന്നു, അവർക്ക് അതിനുള്ള ഒരു ഫിലിം 3 മാസത്തേക്ക് അവർക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം കിട്ടണം. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ അന്വേഷിച്ചു, ഒരിടത്തും കിട്ടിയില്ല. അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട്, സിസ്റ്ററെ ഞങ്ങൾക്ക് മേരിക്കുഞ്ഞിൻ്റെ വീട് കിട്ടുമോ? അപ്പോൾ ഞാൻ മിസ്സിനെ വിളിച്ചു കൊടുത്തു. അപ്പോൾ മിസ്സ് പറഞ്ഞു, ഇല്ല, അതെന്തോ വേറെ പ്രശ്നമുണ്ട്, വേറെ എന്തോ കാര്യമുണ്ട്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലം. കാരണം ഞങ്ങളുടെ ഇത് ചർച്ചകളിലൊക്കെ എഴുതി വന്നിട്ടുണ്ട്, ശരിക്കും ശനിയും ഞായറുമൊക്കെ ഈ കോളേജ് പൊതു ആവശ്യത്തിന് വിട്ടുകൊടുക്കണം. ഇത് ജനത്തിൻ്റെയാണ് ശരിക്ക്. ഇപ്പോൾ കോളേജ് ദിവസങ്ങളിൽ വേണ്ട, പക്ഷെ ശനിയും ഞായറുമൊക്കെ നമ്മുടെ ഹാളൊക്കെ പൂട്ടി വയ്ക്കാനുള്ളതല്ല, അത് പൊതു ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനോടൊക്കെ താല്പര്യമുണ്ട്. വെറുതെ പൂട്ടിയിട്ടിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വേസ്റ്റാക്കി കളയാന്നുള്ള പോലെ. അപ്പം ഞാൻ പറഞ്ഞേ, ഞങ്ങൾക്കിവിടെ ഒരു റൂമുണ്ട്, ആ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, അവിടെ 2 കട്ടിലിട്ടിട്ടുണ്ട്, യാതൊരു കൗൺസിൽ റൂം എന്ന് അതിനെ പറയുക,
ആകെ വർഷത്തിലെ കോളേജ് ഡേ വരുമ്പോൾ അവിടെ ഒരു ഡ്രാമ അലമാരി എന്ന് പറഞ്ഞിട്ടൊരു അലമാരി ഉണ്ട്. അത് തുറന്നാൽ ഇന്ന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ രാജാവാകാനും പ്രവാചകനാകാനുമുള്ള വസ്ത്രങ്ങളൊക്കെ പണ്ട് തുടങ്ങിയുള്ളത് പുലിത്തോലൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രാമയുടെ ആവശ്യം വരുമ്പോൾ, ആ കോളേജ് ഡേ വരുമ്പോൾ 2 ദിവസം അലമാരി തുറക്കാൻ മാത്രമാണ് ആ റൂം ഉപയോഗിക്കുക. പിന്നെ ഓഫീസുകാർ ഉറക്കം തൂങ്ങി ഇരിക്കണവർ അവരുടെ വലിയ ഫയലും കൊണ്ട് വന്നിരുന്ന് വർത്തമാനവും പറഞ്ഞ് ഫാനും ഇട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ആ റൂം യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ യൂസ്ലെസ് റൂം ദ ഹോൾ ഇയർ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ റൂം എടുത്താൽ തൊട്ട് മുന്നിലൊരു ചെറിയ വരാന്തയുണ്ട്, 3 വാതിലുകളുണ്ട്. ഈ വാതിലും ആ വാതിലും അടച്ചാൽ ഒരു വാതിലിൽ കൂടെ നിങ്ങൾക്ക് പോകാൻ വരികയും ചെയ്യാം. ഞങ്ങൾ കോളേജിലെ കുട്ടികളായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ ഇറ്റ് ബിക്കംസ് എ സെപ്പറേറ്റ് റൂം ഫോർ യു. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമായിട്ട് 3 മാസം ഉപയോഗിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ വൈസ് പ്രിൻസിപ്പലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മേയറൊക്കെ വന്നിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്, നമുക്ക് ആ റൂം കൊടുത്തൂടെ, അവിടെ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് നോ പറയാനുള്ള വിഷമം കൊണ്ട്, അവരൊക്കെ യെസ്സുകാരാണ്, ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞു എല്ലാ റിസ്ക്കും ഞാൻ എടുത്തോളാം. 3 മാസം അവരവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അവസാന ദിവസങ്ങളായപ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് ഹോസ്റ്റലേഴ്സിന് ഹെൽപ്പിന് കിട്ടുമോ, കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമയോട് താല്പര്യമുള്ളവർ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അങ്ങനെയും ഹെൽപ്പ് ചെയ്തു. ഒരു പ്രശ്നം അവരുണ്ടാക്കിയില്ല. പാതിരയ്ക്കൊക്കെ ചില പുറത്തെ ആൾക്കാർ വന്ന് അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഞാനും ചിലപ്പോൾ ആ മതിലും അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓഫീസിലുള്ള സിസ്റ്റർമാർ ചിലപ്പോൾ 12-1 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം മടത്തിൽ പോകാൻ. അപ്പോൾ സെക്യൂരിറ്റിയാണ് അവരെ കൊണ്ടുവന്നാക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര സ്വസ്ഥതയാണ്, കാരണം കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ ഇവിടെ എന്നുള്ള സമാധാനമാണ്. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റും അതിൻ്റെ ഭർത്താവും അവിടെ താമസിക്കാറുണ്ട്. രാത്രിപ്പണിയൊക്കെ അവരാ ചെയ്യുക. ആരവിടെ താമസിക്കണമെന്ന് കേട്ടുമല്ലോ എന്ന് പ്രൊൻശാലം വിളിച്ച് ചോദിച്ചു. നമ്മൾ അത് എൻ്റെ സ്റ്റുഡൻറ്റ് യാമിനിയുടെ ഭർത്താവുമാണ്. അവർ രാത്രിയൊക്കെ പണിയാണ്, ഭാര്യയും ഭർത്താവുമാണ്. അതിന് തടസ്സമുണ്ടോ അമ്മേ? ഇല്ല, അത് തടസ്സമില്ല. അങ്ങനെ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരങ്ങളുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പുറത്തുനിന്ന് ടിക്കറ്റ് വാങ്ങാൻ വരുന്ന ഒരാൾ ഒരു കുട്ടീനെ തോണ്ടുകയോ കളിയാക്കുകയോ ഒരു പ്രശ്നം ഉണ്ടായില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ 3 മാസം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേ അവർ പറഞ്ഞു, സെൻറ്റ് മേരീസിലെ കുട്ടികൾക്ക് കൈരളി ശ്രീ തിയേറ്ററിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ ഈ 5 ദിവസവും ഫ്രീ ആണ്. അവരവരുടെ യൂണിഫോം ഇട്ട് വന്നാൽ അവരകത്ത് കിടത്തും. ഞങ്ങൾക്കുള്ള ഒരു ഓഫർ 3000 രൂപ ഞങ്ങൾക്ക് റെൻറ്റ് തന്നു. പിന്നെയുള്ള പ്ലസ് ഓഫർ ഇതായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുട്ടികൾക്ക് സ്വർഗം കിട്ടിയ പോലെയായി. ഞാൻ അവരോട് പറഞ്ഞു, കാലത്ത് നിങ്ങൾക്ക് 1 അവർ ഫ്രീ ആണെങ്കിൽ മറ്റേ 2 ടീച്ചേഴ്സിനോട് പോയി ചോദിച്ചിട്ട് നിങ്ങൾ ഫ്രീ എടുത്തോളൂ. നിങ്ങൾ അവരുടെ അനുവാദത്തോടെ കാലത്ത് വരിയായിട്ട് നിങ്ങൾക്ക് കൈരളി ശ്രീ തിയേറ്ററിലേക്ക് പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സെൻറ്റ് മേരീസിൽ നിന്ന് ട്രാഫിക് പബ്ലിക് റോഡിലൂടെ എൻ്റെ കുട്ടികൾ വരിയായിട്ട് കൈരളി ശ്രീ തിയേറ്ററിലേക്ക് പോകും. ഉച്ചയാവുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയവർ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അനുവാദം മേടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ 3:30 വീട്ടിലേക്ക് പൊക്കോ, ബാഗ് കൊടുത്ത് പൊക്കോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്രീഡം മിസ്യൂസ് ചെയ്യാം. ഈ പോണ വഴിക്ക് നിങ്ങൾക്ക് കയറി എവിടെയെങ്കിലും കയറി നിങ്ങളുടെ കാമുകനെ ഫോൺ ചെയ്യുകയോ അവനെ വരുത്തുകയോ നിങ്ങളുടെ തിയേറ്ററിൽ കയറ്റി ഇരുത്തുകയോ എന്ത് തെമ്മാടിത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവാം. പക്ഷേ നിങ്ങളിത് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അറിയും. ഞാനതറിഞ്ഞാൽ എന്തുണ്ടാവും? ഫ്രീഡം കേർട്ടൈൽഡ് ആവും. നിങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും ഈ ഫ്രീഡം കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പ്രിൻസിപ്പളായപ്പോൾ പറഞ്ഞ പ്രസംഗം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് 100% ഫ്രീഡം തരുന്നു, ബട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് 100% റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം 90% ആക്കിയാൽ ഞാൻ ഫ്രീഡം 90 കുറയ്ക്കും, ഒരു ഗേറ്റ് അടയ്ക്കും. അതല്ല, നിങ്ങൾ വീണ്ടും 100% റെസ്പോൺസിബിൾ ആയാൽ നിങ്ങൾക്ക് 100% ഫ്രീഡം ഉണ്ട്. ഇതെൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് പ്രിൻസിപ്പലായപ്പോൾ. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. ആ ഫ്രീഡമാണ് ഇവർക്ക് ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞു, മിസ്യൂസ് ചെയ്താൽ നഷ്ടം, എല്ലാവർക്കും നഷ്ടമാണ്. നന്നായി ചെയ്താൽ. എൻ്റെ കുട്ടികൾ വരിയായി പോയി സിനിമ കണ്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോയവർ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ട് 3:30-4 വീട്ടിൽ പോയിട്ടുണ്ട്. അവരുടെ ബസ്സിൻ്റെ നേരമാകുമ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ 5 ദിവസം അത്ഭുതകരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടന്നു. നമ്മൾ അങ്ങനെ അവരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ, ഇതാണ് യൂത്തിനോട് എനിക്കുള്ള ഇഷ്ടം. നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചാൽ അവർ 100% പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവർ സിനിമ കാണാൻ പോയതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹോസ്റ്റലേഴ്സിന് ഞാൻ ഒരു അനുവാദം കൊടുത്തു. അവർ MA-ക്കാരാണ്, BA MA ഒക്കെ ഉള്ള കുട്ടികളാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്.
അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 9 മണി വരെ അവിടെ ഇരിക്കാം, 9 മണിക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നാൽ മതി. അവർ തിരിച്ചു കൊണ്ടുവരുന്നത് ബോയ്സാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു അപകടം ഉണ്ടായില്ല. അവർ 9 മണിക്ക് സിനിമ കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഹോസ്റ്റലിൻ്റെ പടി വരെ ആക്കും, കുട്ടികൾ ഹോസ്റ്റലിൽ കയറും. അവർ വളർച്ച, എൻ്റെ ആ 3 വർഷത്തെ സ്റ്റുഡൻസ് വളർന്ന വളർച്ച അത്ഭുതകരമായിരുന്നു. ഒരു മീഡിയ ചർച്ച വന്നപ്പോഴുണ്ടല്ലോ, എൻ്റെ കുട്ടികൾ മീഡിയ ക്ലബ്ബ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് പരിപാടി സെൻറ്റ് മേരീസിൽ നടത്താമെന്ന് പറഞ്ഞു. ബോയ്സിനെ അവർ പുറത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും, ഗേൾസിനെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ താമസിക്കണം. ആ ഒരു സംഭവത്തിൽ ഇവർ അവസാനത്തെ ദിവസം കാണിച്ചത് മധുർ ഭണ്ഡാർക്കറിൻ്റെ പേജ് 3 എന്ന് പറഞ്ഞ സിനിമയാണ്. ഷോക്കടിപ്പിക്കുന്ന സിനിമ. അതായത് ഒരു ജേർണലിസ്റ്റ്, അവൾക്ക് പേജ് 3 കൊടുക്കുള്ളൂ, ഫാഷൻ്റെ പേജ് മാത്രം. കങ്കണാസെന്നോ അങ്ങനെ കൊങ്കണാസെന്നോ അവൾ അങ്ങോട്ട് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവൾ ഭയങ്കര വാശി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആക്റ്റീവ് പേജസ് വേണം, നിനക്കത് താങ്ങില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു പറ്റില്ല എന്നാണ്. അവസാനം അവളെ മറ്റ് ജേർണലിസ്റ്റിൻ്റെ കൂടെ വിട്ടു. അവിടെ ഒരു ബോംബ് എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ അവൾ അവിടെ സ്ഥലത്തുണ്ട്. അവൾ തലകറങ്ങി വീഴുന്ന പോലെയൊക്കെ ആയി. അപ്പോൾ പറഞ്ഞു മതിയായില്ലേ ഇപ്പം നിനക്ക് എന്ന് പറഞ്ഞു. ആക്ഷൻ രംഗങ്ങളിലേക്ക് പോയിട്ട് അപ്പോൾ അവൾ പറഞ്ഞു മതിയായിട്ടില്ല, ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഒരു പ്രാവശ്യം പോയപ്പോഴാണ് ഒരു അനാഥശാലയിലെ കുട്ടികൾ കുറേ പേരെ കാണാതെയായി, 10-20 പേരെ കാണാതെയായി. അത് വാർത്തയായി. ഇവരൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവസാനം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചെത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു 5-6 പേര് അപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അവരെ VIP മന്ത്രിമാരും VIP കളും യൂസ് ചെയ്യായിരുന്നു സെക്സിന് വേണ്ടിയിട്ട്. ഇറ്റ് വാസ് പീഡോഫീലിയ ടൈപ്പ് സെക്സ് ഇതായിരുന്നു ആ സീൻ. ഇവരെവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇവരിടിച്ച് കയറി ചെന്ന് ഇവർ കണ്ടു. കുട്ടികളൊക്കെ നേക്കടായി നിൽക്കണു, മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അത് മുഴുവൻ ഫോട്ടോ എടുത്തിട്ട് എല്ലാം CD-യിലാക്കിയിട്ട് അവർ കൊണ്ടുപോയി ആ മീഡിയ അധികാരികൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇതിന് വേറെ കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, ഒറിജിനൽ സാധനം നിങ്ങൾക്ക് തരണേ. പിറ്റേ ദിവസം ഒരു വാർത്തയുമില്ല, ഇതാകെ മുക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളും ഈ മീഡിയയുടെ ഹെഡും ഒക്കെ ഒന്നിച്ച് നിന്ന് തമാശ പറഞ്ഞ് ചിരിക്കണം. ഇവളെ വീണ്ടും പേജ് 3-ലേക്ക് തന്നെ ആക്കണം, ഫാഷൻ ഷോ ചെയ്യണം, ഫാഷൻ സ്ഥലത്തേക്ക് ആക്കി മാറ്റണം. ഷോക്കടിക്കുന്നൊരു സിനിമയായിരുന്നു. അന്ന് കുട്ടികളൊക്കെ അങ്ങോട്ട് ഞെട്ടിപ്പോയി. അത് ഞങ്ങളുടെ ഫൈനൽ ഫിലിമാണ് വാൽഡിക്ടറി. അപ്പോൾ അത് ഞാനും കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് പിള്ളേരെ വിളിച്ചിരുത്തി ചർച്ച. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, നിങ്ങളിത് അറിയണം, അറിയാതിരുന്നിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എല്ലാ സംഭവങ്ങളും നിങ്ങൾ അറിയണം. ഈ കൈവെള്ള പോലെയാണ് ഡോക്ടേഴ്സ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളും കാണുന്നത്. നമ്മൾ ഇതൊക്കെ അറിവ് നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുക ചെയ്യുക ഒക്കെ പറഞ്ഞ് അവരെങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഒരുക്കി. ഇവർ ആ യൂണിവേഴ്സിറ്റി നടത്തിയ ചർച്ച വന്നപ്പോഴേ ഇവർ എണീറ്റ് നിന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ ജേർണലിസ്റ്റിനെ കൊണ്ട് എന്ത് കാര്യമുണ്ട്, പേജ് 3-ലേക്ക് പോകാനല്ലേ പറ്റുള്ളൂ. പേജ് 3-ലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവർ പറയാം ഞങ്ങൾ വിറച്ച് പോവാണ് സിസ്റ്ററെ, എന്തൊട്ട് കുട്ടികളാണ് ഇത്, ഞങ്ങൾ ഞെട്ടിപ്പോവാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്കറിയണേ. അതുപോലെ ഫിലിമിനെ കുറിച്ച് ഡിസ്കഷനൊക്കെ വെച്ചപ്പോഴേ ക്ലാസിക്കൽ ഫിലിംസാണോ ഇഷ്ടം, മറ്റ് റൊമാൻറ്റിക് ഫിലിംസാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടികളുടെ ഉത്തരങ്ങൾ കേൾക്കണം. നിങ്ങളെന്തിനാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണേ, ക്ലാസിക്കൽ പിന്നെ എൻ്റർടൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിവിഷൻ്റെ ആവശ്യമില്ല, എൻ്റെ കുട്ടികൾ സംസാരിക്കണ കേൾക്കണം. ഞാൻ ഞെട്ടിപ്പോയി. ഒരു പ്രാവശ്യം ഒരു ചർച്ച ഞങ്ങളുടെ കോളേജിൽ വെച്ചപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കോളേജിലൊക്കെ അഴിമതിയല്ലേ, നിങ്ങൾക്ക് അവിടെ രാഷ്ട്രീയ പാർട്ടികളും പോളിറ്റിക്സൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ അഴിമതിയാന്ന്? അപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്ന് വരുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, കുറച്ച് കുട്ടികളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ വിസിറ്റേഴ്സ് റൂമിൽ ഞാനിരുന്നു. അവർ ക്യാമറയൊക്കെ ആയിട്ട് വന്നു. എൻ്റെ കുട്ടികളെ ഞാൻ യൂണിയൻ മെമ്പേഴ്സിനെ വിളിച്ചിരുത്തി. അവരും ഞാനും ഇരുന്നു. എന്നോട് ചോദിക്കാതെ ചോദ്യമൊക്കെ ആദ്യം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നേരമില്ല, ഒരുപാട് അവിടെ സൈൻ ചെയ്യാനും കുറേ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യാനും പോകണം, എൻ്റെ പിള്ളേർ പറഞ്ഞോളൂ. അപ്പോൾ അവർ അയ്യോ സിസ്റ്ററെ പോലെ. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കേണ്ട, നിങ്ങൾക്ക് എന്താ മനസ്സിലുള്ളത് എനിക്ക് തുറന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷെ പിന്നീട് അത് ചാനലിൽ വന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ചർച്ചയായിരുന്നു. ഇപ്പുറത്ത് VS അച്യുതാനന്ദൻ ഒരു കാര്യം പറയും, ഇപ്പുറത്ത് എൻ്റെ കുട്ടി അതിൻ്റെ ബദലിക്ക് ഉത്തരം പറയുന്നുണ്ട്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. എല്ലാവരും ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ കൂടി നമ്മുടെ കുട്ടികളാണോ ഈ പറയണേ, നമ്മുടെ കുട്ടികളാണ് പറയുന്നത്, നമ്മുടെ കുട്ടികളാണ് പറയുന്നത്. ഇതാണ് യൂത്ത്. അവരെ ഒന്ന് ഫ്രീഡം കൊടുത്ത്, റെസ്പോൺസിബിൾ ഫ്രീഡം കൊടുത്ത് വിട്ടു നോക്കി, അവർ ചന്ദ്രനിലെത്തും, അവർ ആകാശം കീഴടക്കും.
അത്ര മിടുക്കുള്ള യൂത്താണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നമ്മൾ അവരെയൊന്നും വിട്ടുകൊടുക്കണില്ല. എല്ലാവരും സ്ട്രിങ്സ് വെച്ച് ട്രിപ്പിനെ കൊണ്ടുപോയാലുണ്ടല്ലോ, സീഷോറിൽ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയും, അതേ വെള്ളം തൊടരുത്. ഞാൻ പറയും, നിങ്ങൾ പൊക്കം മക്കളെ, നിങ്ങൾ പോയി വെള്ളത്തിൽ കളിക്കുക. പക്ഷേ 2-3 പേരായിട്ട് എപ്പോഴും ഗ്രൂപ്പായിട്ട് നിൽക്കണം. ആരെങ്കിലും ഒഴുകിപ്പോണെങ്കിൽ മറ്റാൾ അറിയണ്ടേ. അപ്പോൾ പറയും, സിസ്റ്ററെ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് സുഖമാണ്, ഞങ്ങൾക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാം. ഞാൻ പറയും, ഇങ്ങനെ പേടിച്ച് നിർത്തിയിട്ട് എന്താ കാര്യം? ഞാൻ ഒരു സിസ്റ്റർ സാമുവൽ എന്ന് പറഞ്ഞ വിമലയിൽ ഒരു സിസ്റ്ററിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. പ്രീ ഡിഗ്രി കുട്ടികളെയും സിസ്റ്റർ ഡിഗ്രി കുട്ടികളെ കൊണ്ടുപോയിട്ട് സിസ്റ്റർ ഫ്രീ ആയിട്ട് അവരെ വിട്ടിട്ട് പറയും, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വരണം, അവിടെ ബസ് ഉണ്ടാവും, അവിടെ കയറിയിരിക്കാം. ബാംഗ്ലൂർ ഞാനും പ്രീ ഡിഗ്രി കുട്ടികളെ ഞാൻ കൊണ്ടുപോയത് 10-50 എണ്ണത്തിന് 1-2 ബസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞാൻ പറയും, ഇപ്പം മണി 10 മണി, 12 മണിയാകുമ്പോൾ ബസ് ഈ സ്പോട്ടിൽ വരും, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോവാം. പക്ഷേ 2 പേരായിട്ട് പോകാൻ നോക്കിയുള്ളൂ. നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ എനിക്ക് വിവരം കിട്ടാനെങ്കിലും ഒരു ആൾ വേണം. എത്ര സുന്ദരമായിട്ടാണെന്നറിയോ അവർ ലോകത്തിൻ്റെ എവിടെയും പോവും. 1 മിനിറ്റ് വൈകാൻ പാടില്ല, പറഞ്ഞ ടൈമിന് അവിടെ എത്തണം. നമുക്ക് സ്ട്രിക്റ്റൊക്കെ ആവാന്നേ, പക്ഷെ സ്നേഹിച്ച് സ്ട്രിക്റ്റ് ആയാൽ അവർക്ക് ആർക്കും ഒരു വിഷമമില്ല. ഞാൻ എന്നിട്ട് ഇത്രയും പരിപാടികൾ എൻ്റെ കോളേജിൽ വെച്ചു. ആ 3 വർഷം സിനിമകളും ഈ സിനിമയ്ക്കൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, പോയിട്ടുമുണ്ട്. ഞാൻ ടീച്ചേഴ്സിനെയും കൊണ്ടും സിനിമയ്ക്ക് പോവും, ചിലപ്പോൾ കുട്ടികളെയും കൊണ്ടുപോകും. ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് വന്നു, അവർക്ക് അവരുടെ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഫ്രീ ആണ്, അപ്പോൾ കൊണ്ടുപോകും. ഞങ്ങളുടെ അവിടെയാണ് മറ്റേ സ്റ്റുഡൻസ് ഓൺലി, സെൻറ്റ് മേരീസിൽ 2 പ്രാവശ്യമാണ് സ്റ്റുഡൻസ് ഓൺലി വെച്ചത്. ഗോവിന്ദൻകുട്ടി. അപ്പോൾ ആദ്യകാലത്തൊക്കെ സ്റ്റുഡൻസ് ഓൺലി ഞങ്ങളെയൊന്നും സെലക്ട് ചെയ്യില്ല, കാരണം ഒക്കെ ഇടുങ്ങിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വെച്ചപ്പോൾ അത് പോലീസ് എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ്, അത്ര ഫേമസ് അല്ല. പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂടി അഭിനയിച്ചതാണ്, അത് വിജയിച്ചൊന്നുമില്ല. അപ്പോൾ ആ സിനിമയുടെ ഇതാണ് ചർച്ച വെച്ചത്. പിന്നീട് വെച്ചത് നമ്മുടെ വാസ്തവം. അന്ന് വാസ്തവം തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല, അവാർഡൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞു എന്നേ. പക്ഷേ ഞങ്ങളുടെ അവിടെ വെച്ചു വന്ന് പൃഥ്വിരാജൊക്കെ വന്നു. അപ്പോൾ 2ാം പ്രാവശ്യവും വെച്ചിട്ട് കുട്ടികളൊക്കെ എണീറ്റ് ഇവർ ട്രെയിനിങ്ങൊക്കെ കൊടുക്കും കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസിന്. നമ്മൾ എൻ്റെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ്ങും കൊടുക്കണ്ട, അവരെനിക്ക് ചോദ്യം ചോദിക്കും. ഒരു അഡ്വക്കേറ്റിൻ്റെയൊക്കെ ഒരു സെഷൻ വെച്ചപ്പോഴൊക്കെ ഞാൻ യൂത്തിനെയും കൂടി കണക്ട് ചെയ്ത് പറയുകയാണ് ഈ സിനിമകളുടെ കാര്യങ്ങൾ. അഡ്വക്കേറ്റിൻ്റെ ഒരു ക്ലാസ് വെച്ചപ്പോൾ 1 മണിക്കൂർ അദ്ദേഹം, ഞാൻ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഫസ്റ്റ് അവർ 9:30 to 10:30. 10:30 കഴിഞ്ഞാൽ ക്ലാസ്സസ് റെഗുലറായിട്ടുണ്ടാവും. 10:30 ആയപ്പോഴും ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അറ്റൻഡർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ 10:30 ആയി, അടുത്ത ബെല്ലടിക്കണ്ടേ, അടുത്ത അവർ തുടങ്ങല്ലേ. അപ്പോൾ എന്നോട് ആ അഡ്വക്കേറ്റ് പറഞ്ഞു, സിസ്റ്ററെ ദയവ് ചെയ്ത് നിർത്തല്ലേ, കുട്ടികൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഭയങ്കര രസകരമായിട്ട് പോകുന്ന സമയമാണ് സിസ്റ്ററെ, പഠിപ്പല്ലാട്ടോ വലുത്, ഇതൊക്കെയാണ് ആവശ്യം. ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യിച്ചു. UGC നടത്തിയ ഒരു പരിപാടിക്ക് സെൻറ്റ് മേരീസിലൊരു കുട്ടിയും പോയി, വിമലയിലൊരു കുട്ടിയും പോയി. വിമലയിലൊരു കുട്ടിക്ക് ഒന്നും മിണ്ടാൻ കിട്ടിയില്ല, കാരണം അവർക്ക് അവസരം കൊടുക്കാത്തതുകൊണ്ടാണ്. സെൻറ്റ് മേരീസിലെ എൻ്റെ കുട്ടി ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷിൽ അവിടെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അവളെ ഒരു ലീഡറായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് കൊണ്ടുപോയ സിസ്റ്റർ വൈസ് പ്രിൻസിപ്പളാണ്, എന്നോട് കണ്ടു പറഞ്ഞു, നമ്മുടെ ഈ മിടുക്കി കുട്ടീനെ നമ്മളിവിടെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് ഈ കുട്ടികളുടെയൊക്കെ മിടുക്ക്. ഫസ്റ്റ് ഇയർ ഒന്നും ആരും എനിക്കൊന്ന് ചോദ്യം പറയുകയോ ചെയ്യില്ല. അപ്പോൾ ഈ വനിതയിൽ ഇത് വന്നത്, ഞാൻ പറഞ്ഞു, ഈ എൻ്റെ ഫിലിം ക്ലബിനെ കുറിച്ച് വന്നതൊക്കെ വലിയ ക്വസ്റ്റ്യനായി മാറി, വലിയ പ്രശ്നമായി മാറി. ജനറാളമ്മയുടെ അടുത്ത് വരെ കേസെത്തി. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഉത്തരം പറയാനുണ്ട്. അമ്മേ, എന്ത് തെറ്റാണ് ഞാൻ അവിടെ ചെയ്തത്? എൻ്റെ കുട്ടികളെ വളർത്തിയതോ? അപ്പോൾ അവസാനം അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു, ജസ്മി, നിനക്ക് അതിനുള്ള മീഡിയ കോൺകർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് നീ സെക്കൻഡ് ഷോയ്ക്ക് പോയാൽ പോലും ഇനി ഞങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ അറിയണം, കുട്ടികൾക്ക് അറിവ് കൊടുത്താൽ ഇതാ ഞാൻ പറഞ്ഞ മീഡിയ കോളേജുകളായിട്ട് മാറ്റും, ഫിലിം കോളേജുകളാക്കി മാറ്റും. ഇപ്പോൾ ഒരു ഫാദർ ബെന്നി ബെനഡിക്റ്റ് ഉണ്ട്, മീഡിയ കോളേജുകളാണ് നടത്തുന്നത്. ഇപ്പോൾ ഈവൻ ഒരു കോളേജ് ഡിഗ്രി ലെവലിൽ വരെ ഇപ്പോൾ മീഡിയ കോളേജ് ചിയാരത്ത് ഗലീലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ പറയുന്നു, അതിന് പ്രോഫിറ്റ് കിട്ടില്ല, പാവങ്ങളൊക്കെയാണ് വരുന്നത്, ഫീസ് കൊടുക്കാൻ അവരിൽ പൈസയില്ല. അപ്പോൾ അവർ മീഡിയ ക്ലബ്ബ് നടത്തുന്ന അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ ഫോളോ ചെയ്തു പോകുന്നത്. കാരണം ലാഭമുണ്ടാക്കാൻ ചെയ്യുന്നതല്ല ശരിക്കും സേവനം.
സേവനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പോവില്ലേ ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ. എന്താണ് എൻ്റെ മിഷൻ എന്ന് ഇപ്പോഴും സിസ്റ്റർ എന്താ ചെയ്യണേ, നമ്മൾ 9 പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അതല്ലാതെ എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ചിന്തിച്ചു. ഞാനൊരു മിസ്റ്റിക്കാണ് എന്ന് പറഞ്ഞാൽ അതിൽ വിഷമമില്ല. കാരണം ഞാൻ ഈ സോളിറ്റ്യൂഡ് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എൻ്റെ സ്വർഗമാണ്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ ഓരോ ദിവസവും ചെയ്യുന്നത് ചില ലേഖനം എഴുതണതൊക്കെ ഒരു ഡെയിലി മിഷനൊക്കെ ആയിട്ടുണ്ട്. അല്ലാതെ ജീസസ് എൻ്റെ മുൻപിൽ ആവശ്യപ്പെടുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് പോലും എന്നെ സമീപിക്കുന്ന, എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. അതായത് ഞാൻ വിശ്വസിക്കുന്നു ഈ വരുന്നവരൊക്കെ ജീസസ് പറഞ്ഞയക്കുകയാണെന്ന്. കൗൺസിലിംഗ് ആകാം, ഇൻ്റർവ്യൂ ആകാം, പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാകാം. അതൊക്കെ ഞാൻ ജീസസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഐ എം എ മിസ്റ്റിക്. ഞാനൊരു മിസ്റ്റിക്കാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഡി ബാബു പോളാണ്. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റിക്കായ സിസ്റ്റർ ജസ്മിയെ തിരിച്ചറിയാതെ പോയി മഠത്തിലുള്ളവർ എന്ന്. ഞാൻ ഈ സോളിറ്റ്യൂഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്നു, ഈ ഫ്രീഡം എൻജോയ് ചെയ്യുന്നു. ജീസസ് പറയുന്നത് ഓരോ ദിവസവും ജീവിക്കുക, ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ ഭാവി മിഷൻ. വാട്ട് ഹീ ആസ്ക്ഡ് മീ ടു ഡു, ഐ ഡു. He is my way.